മക്കളെ ഇന്ന് നമുക്ക് ഫസ്റ്റ് മിഡ് ടൈം ക്വസ്റ്റ്യൻ നോക്കാം. 9ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യനാണ്. 45 മിനിറ്റ് 20 മാർക്കാണുള്ളത്. ഫസ്റ്റ് തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഗണ്ട് പഠയം നീച്ചെ ദിയെ പ്രശ്നോं को उत्तर लिखे. വേ ഏക് ഗാവ് മേ രഹത്തെ थे. അവർ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി. സ്കൂൾ അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. ദൂർ ദൂസരെ ഗാവ് മേ ഥാ. ദൂരെയുള്ള ഗ്രാമത്തിലായിരുന്നു. ജാത്തെ സമയ രാസ്തേ മേ കൈ ചീസേ മിൽത്തി ഥി. പോകുന്ന സമയത്ത് വഴിയിൽ പല വസ്തുക്കളും കണ്ടിരുന്നു. പോക്കർ, ബർഗദ്, ഗേത്ത്, ബാഗ്, നാല और നദി. കുളം, ആൽമരം, വയല്, തോട്ടം, നദി, തോട് മുതലായവ കണ്ടിരുന്നു. രാസ്തേ മേ ഉനെ ക്യാ ക്യാ ചീസേ മിലി ഥി. വഴിയിൽ അവർ എന്തെല്ലാം വസ്തുക്കളാണ് കണ്ടിരുന്നത് എന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? പോക്കർ, ബർഗദ്, ഗേത്ത്, ബാഗ്, നാല और നദി. അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തീൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. നഡ്കഡ് തേസ് ചൽത്താത. ഒന്നാമത്തെ നഡ്കഡ് സ്പീഡിൽ നടന്നിരുന്നു. ശരിയാണോ? അല്ല. നഡ്കഡ് വികൃതിയായിരുന്നു. അവൻ സ്പീഡിലല്ല നടന്നത്. അല്ലേ? പല വികൃതികളും ചെയ്തുകൊണ്ട് സാവധാനം നടന്ന ആളാണ് നഡ്കഡ്. ചട്പട് നോ 2 സാൽ ബഡാദ. ശരിയാണ്. അല്ലേ? ചട്പട് ആയിരുന്നു 2 വയസ്സിന് മൂത്ത ആള്. നഡ്കഡ് തീസരിമേം പഠിത്താ ഹെ. നഡ്കഡ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശരിയാണ്. അല്ലേ? ചട്പട് കോ തൈർനാ നഹീം ആത്ത. ചട്പടിന് നീന്താൻ അറിയുമായിരുന്നില്ല. തെറ്റാണ്. അല്ലേ? ചട്പടാണ് നീന്താൻ അറിയുന്ന ആള്. സ്കൂൾ ഉൻകെ ഗാവ് മേം നഹീം. ശരിയാണ്. സ്കൂൾ അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 ശരിയായ സെൻറ്റൻസ് നമുക്ക് കിട്ടി. തീൻ സഹി പ്രസ്താവ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സൂചന പോസ്റ്റർ തയ്യാർ കരേ. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ചട്പട് നഡ്കഡ് കി ജാൻ ബച്ചായി. ചട്പട് നഡ്കഡിന്റെ ജീവൻ രക്ഷിച്ചു. ഇസ് പർ ആപ്കെ സ്കൂൾ മേ ബധായി സമാരോഹ് ചൽത്താ ഹെ. ഇതിൽ നിങ്ങളുടെ സ്കൂളിൽ ബധായി സമാരോഹ് നടക്കുന്നു. അഭിനന്ദനം. ആ രക്ഷിച്ച കുട്ടിക്ക് അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റർ എഴുതാനാണ് പറഞ്ഞത്. ഇസ്കെ ലിയെ പോസ്റ്റർ തയ്യാർ കരേ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബധായി സമാരോഹിലേക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഇത് നമ്മൾ പഠിച്ചതാണ്. അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ എഴുതി പഠിച്ചിട്ടുള്ളത് തന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് പഠിക്കാം. ഇനി കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് ഹിന്ദി വിന്നറിൽ. അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എടുക്കുക. പ്ലേലിസ്റ്റിലുണ്ടാവും. അതുമല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ. ഇനി അടുത്തത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി. സ്കൂൾ അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. ഉൻകെ മേ നിഹിത് സർവനാമം. ഇവിടെ ഉനുക്കെ എന്ന് കണ്ടല്ലോ. ഈ ഉനുക്കയിലുള്ള സർവനാമം ഏതാണ്? യഹ്, വഹ്, വേ, യേ, ആപ്പ്, തും. അതൊക്കെയാണ് എന്ത്? സർവനാമം എന്ന് പറയുന്നത്. അപ്പം ഈ സർവനാം ഏതാണ്? ഉൻകെ എന്നതിൻ്റെ. ഉൻകെ എന്നതിൽ 2 സർവനാമവും വിഭക്തി പ്രത്യയം കൂടെ ചേർന്നതാണ് ഉനുക്കെ. ഒരു സർവനാമവും ഒരു വിഭക്തി പ്രത്യയവും. കെ എന്ന വിഭക്തി പ്രത്യയമാണ് ചേർന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ സർവനാമം കേൻ്റെ തൊട്ട് മുമ്പേ ആയിട്ട് ചേർത്തിയിട്ടുള്ള സർവനാമം ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേ ആണ്. അല്ലേ? വേ. വേ പ്ലസ് കെ എന്താണ്? ഉൻകെ. വേ വരുമ്പോഴാണ് ഉൻ വരിക. വേ വരുമ്പോൾ എന്താ വരിക? ഉൻ എന്നാണ് വരിക. പിന്നെ കെ എന്ന വിഭക്തി പ്രത്യയവും. അപ്പം എന്തായി? ഉനുക്കെ. ഓക്കെ. नडकड ने घर पहुंचकर रास्ते की घटनाएं माम से बता दी. नडकड और माम के बीच का वार्तालाप तैयार करें. ഇതും നഡ്കഡ് ആർ മാം വാർത്താലാപ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. ഇതും ചെയ്തതാണ്. ഹിന്ദി വിന്നറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ. ഇനി അടുത്തത്. കവിതാംശ് പഠിക്കർ ഉത്തറിലേക്ക്. ഈ കവിത വായിച്ചിട്ട് എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. ബഹുത്ത് ദിനോം കെ ബാദ്
अब की मैम ने जी भर देखी पक्की सुनहली फसलों की मुस्कान. ഇസ് കവിത കാ കവി കോൻ ഹെ? ഈ കവിത എഴുതിയ കവി ആരാണ് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ സമാനാശയ വാലി പങ്ക്തിയാൻ ലിഖേ. താഴെ തന്നിരിക്കുന്ന സമാനാശയ വാലി പങ്ക്തിയാൻ ലിഖേം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് വേണം ആ വരികൾ ഏതാണെന്ന് കണ്ടെത്താൻ. ഗേത്ത് गर्णवर्णी फसलों के समृद्ध है. ഫസലോം സേ സമൃദ്ധ ഹെ. വയല് വർണ്ണമനോഹരമായിട്ടുള്ള വിളവുകളാൽ സമൃദ്ധമാണ് എന്ന അർത്ഥം വരുന്ന വരി ഏതാണ്? പക്കി സുനഹരി ഫസലോം കി മുസ്കാൻ. എന്താണ്? പക്കി സുനഹരി ഫസലോം കി മുസ്കാൻ. അതാണ് സമാന ആശയം വരുന്ന വരികൾ. ഇൻ കവിത കാ കവി കോൻ ഹെ? ഈ കവിതയുടെ കവി ആരാണ് എന്നാണ് ചോദ്യം. നാഗാർജുൻ. സമാനാശയ വാലി പങ്ക്തിയാൻ ലിഖേ. ഗേത്ത് ഗർണവർണി ഫസലോം സേ സമൃദ്ധ ഹെ എന്നതിൻ്റെ ആൻസർ പക്കി സുനഹരി ഫസലോം കി മുസ്കാൻ എന്നാണ്. അടുത്തത് ഫസലോം കി മുസ്കാൻ സേ ക്യാ തത്പര്യ ഹെ എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇവിടെ തന്നെ ഫസലോം സേ സമൃദ്ധ്. ഗേത്ത് ഫസലോം സേ സമൃദ്ധ ഹെ എന്നാണ്. ഓക്കെ, വയലെങ്ങനെയാണ്? വിളവുകളാൽ സമൃദ്ധമായ വയലിനെയാണ് ഇവിടെ ഫസലോം കി മുസ്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ പഠിച്ച ആൻസർ തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അതിൽ നിങ്ങൾ ഏത് ആൻസറാണോ പഠിച്ചത് അത് തന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യനൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക.